back to the YouTube channel. BCom G part 2 ആണ് BCOG 171 in the microeconomics. The most important question part 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡഡ് ആണ് യൂട്യൂബ് ചാനൽ. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വരുന്നതാണ്. So we will be talking about Ricardian theory of rent. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ ഒരുപാട് തവണ വന്നതാണ്. അപ്പോൾ ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ rent will be only gotten from land. Rent ലാൻഡിൽ നിന്ന് മാത്രമേ കിട്ടുന്നതെന്നാണ് റിക്കാർഡിയൻ പറയുന്നത്. So the theory he told was theory was എന്താണ് rent arises due to difference എന്തിന് in fertility. എന്തിന്റെ fertility and location of land. ലൊക്കേഷനും ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ് ആണ് റെന്റ് എറൈസോ കൂടുകയോ കുറയോ ചെയ്യുന്നതിന്റെ ഫാക്ടർ ആണ് ഫെർട്ടിലിറ്റി ആൻഡ് ലൊക്കേഷൻ ഓഫ് ലാൻഡ്. അതുപോലെ ലാൻഡ് എന്താണ്? സ്കാർസ് റിസോഴ്സ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ സ്കാർസ് റിസോഴ്സ്? ലിമിറ്റഡ് സപ്ലൈ ആണ്. ദേ ആർ ഗിവൺ ബൈ നേച്ചർ. നമുക്കിത് ലാൻഡ് കൂട്ടാനോ കുറക്കാനോ കഴിയൂല. വെൻ ദി പോപ്പുലേഷൻ ഇൻക്രീസസ് ദി ലാൻഡ് റിമെയിൻ ഫിക്സ്. ലാൻഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. The land is always limited resource. അപ്പം key concept in this theory is land supply is fixed. As I told you earlier, land supply is fixed. Now going marginal. Here is what he told: marginal land earns no rent. അതെന്തുകൊണ്ടാണെന്നറിയോ? റിക്കാർഡിയൻ തിയറി പറയുന്നത് പറഞ്ഞാൽ എവറി ലാൻഡിൽ കോസ്റ്റ് സെയിം ആയിരിക്കും. കോസ്റ്റ് വിൽ ബി സെയിം. ദി ഏർണിങ്സ് മോർ ഫ്രം ദി കോസ്റ്റ് ഇസ് ദി റെന്റ്. ഫിക്സ്ഡ് റെന്റ് അല്ല. ദി മോർ യു ഏൺ, ഇതായിരിക്കും നിങ്ങളുടെ റെന്റ് എന്നാണ് റിക്കാർഡിയൻ തിയറിയിൽ മെൻഷൻ ചെയ്തത്. ഇത് പറയുന്നത് മാർജിനൽ ലാൻഡ് ഏൺ നോ റെന്റ്. ലാൻഡിൽ നോ റെന്റ്, മാർജിനൽ ലാൻഡ്, ഓൺലി കോസ്റ്റ് ഈസ് കവേർഡ്. ദർ ഇസ് നോ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവിടെ റെന്റ് ഇല്ല എന്നാണ് റിക്കാർഡിയൻ തിയറി പറയുന്നത്. ഓക്കെ, നൗ ഡയഗ്രാം. ഇതായിരുന്നു ഡയഗ്രാം വരുന്നത്. ദിസ് വിൽ ബി ദി റെന്റ് ഫോർ കോസ്റ്റ് വിൽ ബി ഓൾവേസ് ബി സെയിം ഫോർ എവറി ലാൻഡ്. ദിസ് ഇസ് വാട്ട് ഹി ടോൾഡ്. കോസ്റ്റ് വിൽ ഓൾവേസ് ബി ദി സെയിം. ഇവിടെ റെന്റ് വരുന്നില്ല ബിക്കോസ് ദർ ഇസ് നോ പ്രോഫിറ്റ് ഹിയർ. ദിസ് ഇസ് വാട്ട് ഹി ടോൾഡ്. ഇതാണ് അവിടുത്തെ ഡയഗ്രാം വരുന്നത്. ഓക്കെ, മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡിന് മോസ്റ്റ് പ്രോഫിറ്റ് മീൻസ് ദി മോസ്റ്റ് റെന്റ് ഗെറ്റൻ ഹിയർ. ഏറ്റവും കൂടുതൽ റെന്റ് ഇവിടെ ആയിരിക്കും. നൗ എസംഷൻ എന്താന്ന് പറഞ്ഞാൽ ഈ എസംഷൻസ് ഇതെല്ലാം എക്സാമിന് എഴുതേണ്ടതാണ്. ലെങ്തി വേണ്ടതാണ്. എസംഷൻസ് മീൻസ് ലാൻഡ് differ in fertility. That is what is true in fertility. Perfect competition ആണ്, which is discussed in part 1, competition. Okay, criticism. There was many criticism with this theory. What was the criticism? എന്തായിരുന്നു? അപ്ലൈസ് എന്താ പറഞ്ഞത്? ലാൻഡിന് മാത്രമാണ് റെന്റ് കിട്ടാറ്. അപ്ലൈസ് ഓൺലി ടു ലാൻഡ് വിച്ച് ഇസ് ഇൻകറക്റ്റ്. റെന്റ് ലാൻഡിന് മാത്രമാണ് കിട്ടുക. നെവർ. ഇഗ്നോർസ് ഡിമാൻഡ് എവറി ലാൻഡിന് കോസ്റ്റ് സെയിം ആണെന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇഗ്നോർ ഡിമാൻഡ്. അൺറിയലിസ്റ്റിക് അസംഷൻസ് ആണ് അവിടെ വെച്ചത്. ശരിക്കും rent arise due to multiple factors. If you earn more, there is no, അങ്ങനെ അല്ലല്ലോ. റെന്റ് കൂടുന്നത് പ്രോഫിറ്റ് കൂടുന്ന അനുസരിച്ചല്ല. ലൊക്കേഷൻ, ഡിമാൻഡ്, അതെല്ലാം കാരണമല്ല റെന്റ് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ അല്ലേ? Now we can go to the next question, which is quasi